24-ഉം കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് കൂടി വീടൊരുങ്ങി. പാലക്കാട് കാരംകോട് ഉണ്ണികൃഷ്ണൻ ശോഭന ദമ്പതികൾക്കും 2 പെൺകുട്ടികൾക്കുമുള്ള വീടിന്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ 4ാമത്തെ വീടാണ് ഇത്. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് സ്ലീബ, ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബി ജയരാജ്, സോഷ്യൽ ഇനീഷ്യേറ്റീവ് ഡയറക്ടർ SM വിനോദ് എന്നിവർ ചേർന്നാണ് താക്കോൽ കൈമാറുന്നത്. തത്സമയം ആ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആയിഷത്തുൽ ഷംന നമ്മുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. ഷംന, അങ്ങനെ മറ്റൊരു സന്തോഷം കൂടി നമ്മൾ കാണുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? താക്കോൽ കൈമാറിയോ? അനുജ, 24-നെ സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള സന്തോഷമുള്ള ഒരു നിമിഷം കൂടിയാണ് ഇന്ന്. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ കൂടെ സംയുക്തമായി 24 കണക്റ്റും സംയുക്തമായി നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയുടെ പുതിയ വീടിന്റെ താക്കോൽ ദാനമാണ്. അപ്പോൾ നമ്മോടൊപ്പം കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ പ്രതിനിധികളുണ്ട്. ശ്രീ ജോർജ് സ്ലീബ സാറുണ്ട്. സാറാണ് താക്കോൽ ദാനം നിർവഹിക്കുന്നത്. സാർ, ഇപ്പോൾ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ്, എന്താ പറയാനുള്ളത്? വളരെ വളരെ അധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റുമായിട്ട് ചേർന്ന് 100 വീടുകൾ നിർമ്മിക്കുന്നതിൽ 34ാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജയരാജ് സാർ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ജയരാജ് സാറിന് വീടിൻ്റെ എല്ലാം ചുമതല, കേരളത്തിൽ ഫുട്ടാടുകളുടെ വീടുകൾ ചുമതല നിൽക്കുന്ന സാറ് നിങ്ങളോട് സംസാരിക്കും. സാർ, പാലക്കാട് മാത്രം 18 വീടുകളാണ് നിർമ്മിക്കുന്നത്, അതിൽ 4ാമത്തെ വീടാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? 18 വീടിൽ 4ാമത്തെ വീടാണ് നമ്മൾ ഇന്നിവിടെ കൈമാറുന്നത്. ഏറെ സന്തോഷമുണ്ട് ശോഭനയ്ക്കും ഉണ്ണികൃഷ്ണനും ഇന്ന് ഈ വീട് കൊടുക്കുന്നതിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് അധികം ഞങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഇത്രയും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് ഒരു വലിയൊരു തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും 24-നും ചിറ്റലപ്പള്ളിക്കും കൂടി ഇനി ഈ മേഖലയിൽ കൂടുതൽ വീടുകൾ കൊടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കും. കൂടുതൽ സന്തോഷത്തിലേക്ക് നമ്മൾ കിടക്കാം. നമുക്ക് ചടങ്ങിലോട്ട് കിടന്നാലോ? അനുജ, നമ്മളിപ്പോൾ ഈ വീടിന്റെ താക്കോൽ ദാനത്തിലേക്ക് കടക്കുകയാണ്, നാടമുറിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. മറ്റൊരു സന്തോഷം, അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ് ഇത്. ഇപ്പോൾ 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതിയാണ്. അതിന്റെ താക്കോൽ ദാനം ശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് സ്ലീബ സാറും ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബി ജയരാജും ചേർന്ന് നിർമ്മിക്കുന്നു. ഉണ്ണികൃഷ്ണൻ അതുപോലെ ശോഭന എന്നീ ദമ്പതികൾക്കും അവരുടെ 2 പെൺകുട്ടികൾക്കുമാണ് വീട് എന്ന സ്വപ്നം ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അതിന്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷത്തിലേക്കാണ് 24 ഇപ്പോൾ പ്രേക്ഷകരുടെ ഒപ്പം സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ആ ഒരു ചടങ്ങിലേക്ക്, നാടമുറിക്കൽ ചടങ്ങിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുകയാണ്. അനുജ, ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്ക്. അനുജ, ഇതാ നാട് മുറിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ പദ്ധതിയിലൂടെ 100 വീടുകളാണ് ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ അതിലെ 34ാമത്തെ വീടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണനും ശോഭനയ്ക്കും വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഒട്ടാകെ 18 വീടുകളാണ് നിർമ്മിക്കുന്നത്. അതിലെ പാലക്കാട് ജില്ലയിലെ 4ാമത്തെ വീട്, സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള 34ാമത്തെ വീടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. മാഡം, എന്താണ് പറയാനുള്ളത്? ഇങ്ങനൊരു വളരെ സന്തോഷം തോന്നുന്നു. കാരണം കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും കൂടി പാലക്കാട് ജില്ലയിലും കേരളത്തിലൊട്ടാകെയും ഇത്തരം ഒരു നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചതും അത് എലപ്പുള്ളിക്ക് കുറച്ച് വീടുകൾ ലഭ്യമായതിലും വളരെയേറെ സന്തോഷം തോന്നുന്നു. സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ഈ മേഖലയിൽ ഇനിയും അർഹരായിട്ടുള്ള ഒരുപാട് പേര്, ധാരാളം പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സംരംഭം തുടർന്നുകൊണ്ടേയിരിക്കണം. ധാരാളം പാവപ്പെട്ടവർക്ക്, അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇനിയും ഇവർ നല്ലൊരു പരിഗണന കിട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അർഹമായ കൈകളിലേക്ക് ആ ഒരു സന്തോഷം എത്തുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് ചേട്ടന്റെ വീട് ഒരു മഴക്കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാണ്. അതിനുശേഷം വർഷങ്ങളായിട്ട് ഒരു ഷെഡ് ഇട്ട വീട്ടിലായിരുന്നു. ചേട്ടാ, ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത്? സന്തോഷം, നന്ദിയേ ഉള്ളൂ. നമുക്ക് 24 ചാനൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ കൂടി തന്നെ സന്തോഷവും നന്ദിയും കടപ്പാടും ഉള്ളൂ. അത്രയേ ഉള്ളൂ.
ശോഭന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് കൂടി വീട് നൽകിയിരിക്കുകയാണ്. പാലക്കാട് സ്വദേശികൾക്കാണ് വീട് നൽകിയത്. പാലക്കാട് ജില്ലയിൽ തന്നെ 4ാമത്തെ വീടാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.